പ്രശ്നങ്ങൾ, അബദ്ധങ്ങൾ, പ്രയാസങ്ങൾ ഒക്കെയാണ് ഈ നവമസ്കന്ധത്തിൽ വർണ്ണിക്കുന്നത്. വൈവസ്വത മനുവിൻ്റെ കഥ ആദ്യം വർണ്ണിക്കുകയാണ്. വൈവസ്വത മനു വിവാഹം കഴിച്ചു. ശ്രദ്ധ എന്നാണ് ഭാര്യയുടെ പേര്. പേരെന്താ? നല്ല പേരാണത് അല്ലേ, ശ്രദ്ധ. അതാണ് പ്രധാനം. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ശ്രദ്ധ ഉള്ളവനെ അറിവുണ്ടാവുള്ളൂ എന്നാണ് ഗീതയിൽ പറയുക. ബുദ്ധിമാൻ ലഭതേ ജ്ഞാനം എന്നല്ല പറയേണ്ടത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് പറയേണ്ടത് അല്ലേ. ബുദ്ധിയുള്ളവർക്കേ ഭാഗവതം കേൾക്കാൻ പറ്റുള്ളൂ, അങ്ങനെ പറയണില്ല. ഭാഗവതം കേൾക്കാനുള്ള അധികാരി ആരാ ചോദിച്ചാൽ ബുദ്ധിയുള്ളവർക്ക് കാശുണ്ടാക്കാൻ പറ്റും, പദവിയൊക്കെ കിട്ടും, ഒക്കെ ഉണ്ടാവും. പക്ഷേ ഭാഗവതം കേൾക്കുക ആർക്കാ ചോദിച്ചാൽ, അത് അവർക്ക് മനസ്സിലാവുക ചോദിച്ചാൽ, ഭാഗവതം ആദ്യം പറയുന്നുണ്ട് നിർമ്മത്സരാണാം സതാം വേദ്യം. ബുദ്ധിയോ സാമർഥ്യമോ എന്നല്ല അവിടെ വിഷയം. മത്സരബുദ്ധി ഇല്ലാതെ ഏറ്റവും പിന്നിൽ പോയിരിക്കുന്നവർക്ക് അവരെ വിളിച്ചു വരുത്തിയിട്ട് വ്യാസരെന്ത് ചെയ്യും? ഈ പുസ്തകം വെച്ചോളൂ എന്ന് പറഞ്ഞ ഭാഗവതം അവർക്ക് കൊടുക്കും, ബാക്കിയുള്ളതൊക്കെ എല്ലാത്തവർക്കും കൊടുക്കും. മത്സരിക്കാൻ ഞാനില്ല എന്ന് പറയുന്നവർക്ക് ഈ ഭാഗവതം ഹൃദയത്തിൽ കിട്ടുള്ളൂ. അപ്പം ശ്രദ്ധയാണ് മുഖ്യം. ശ്രദ്ധ മാറിയാലുണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഈ കഥയിൽ സൂചിപ്പിക്കുന്നത്. വൈവസ്വത മനു വിവാഹം കഴിച്ചു ശ്രദ്ധയെ. മക്കളൊന്നുമില്ല. അങ്ങനെ ഇരിക്കുക, എന്ത് ആൺകുട്ടി വേണോ പെൺകുട്ടി വേണോ എന്നുള്ള ചിന്തയാണ്. ഋഷിമാർ ചോദിച്ചു പുത്രകാമേഷ്ടി നടത്താം, എന്താ ആഗ്രഹം ചോദിച്ചപ്പം രാജാവ് പറഞ്ഞു ആൺകുട്ടി ആയിക്കോട്ടെ, രാജ്യം ഭരിക്കാനൊക്കെ നല്ലത് ആൺകുട്ടിയല്ലേ എന്ന്. അങ്ങനെയൊന്നുമില്ല കേട്ടോ, ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊന്നും പറയാൻ വയ്യേ. അങ്ങനെയൊന്നുമില്ല. ഇപ്പം എന്താ പ്രശ്നം? ഇന്ദിരാഗാന്ധി എന്താ മോശം? അങ്ങനെയൊന്നും പറയാൻ സാധിക്കില്ല. അപ്പം ശരി, എന്നാലും പൊതുവെ അങ്ങനെ പറയുമല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആൺകുട്ടി ആയിക്കോട്ടെ എന്നൊക്കെ പറയുമല്ലോ. അതുപോലെ അദ്ദേഹം പറഞ്ഞു ആൺകുട്ടി ആയിക്കോട്ടെ. ദിവസങ്ങൾ കഴിഞ്ഞു. ഒരിക്കൽ പത്നിയെ കണ്ടപ്പം ആ ശ്രദ്ധയോട് ചോദിച്ചു എന്താ ആഗ്രഹം, ആൺകുട്ടിയോ പെൺകുട്ടിയോ ചോദിച്ചപ്പോൾ ശ്രദ്ധ പറഞ്ഞു പെൺകുട്ടി ആയിക്കോട്ടെ. എന്താ ചെയ്യുക, അവൾക്കത് അങ്ങനെയാണ് ആഗ്രഹം. രാജാവിനോ ആൺകുട്ടി വേണമെന്നാണ് ആഗ്രഹം. ചുരുക്കം പറഞ്ഞാൽ യാഗം കഴിഞ്ഞു, അങ്ങനെ എന്തായാലും ഗർഭിണിയായി. ഈ ശ്രദ്ധ പ്രസവിച്ചു. ആൺകുട്ടിയല്ല പെൺകുട്ടിയാണ്. രാജാവിനതൊരു ഒരു 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 ഇഷ്ടമില്ലാത്ത പോലെ. രാജാവ് ബ്രാഹ്മണൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറയും, പണ്ടത്തെ പോലെ ഇപ്പം മന്ത്രമൊന്നും ഫലിക്കാറില്ലല്ലേ, ഇപ്പം ഗായത്രി ഒന്നും അങ്ങനെ ജപിക്കുന്നുണ്ടാവില്ല അല്ലേ, പണ്ടത്തെ ആ ഒരു ശക്തിയൊക്കെ പോയി അല്ലേ. അങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ വെറുതെ അങ്ങനെ കളിയാക്കുകയാണ് ഉദ്ദേശം. ബ്രാഹ്മണൻ എന്താ പറയേണ്ടത്? അത് അങ്ങയുടെ പത്നി പറഞ്ഞത് കൊണ്ടാണ് പെൺകുട്ടി എന്നാണ് പറയേണ്ടത്. അവർ പിന്നെ നമ്മളെപ്പോലെ കുടുംബകലഹം ഉണ്ടാക്കാനൊന്നും അവർക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞു രാജാവേ അങ്ങക്ക് എന്താ വേണ്ടു, ആൺകുട്ടിയാ എന്നാൽ അങ്ങോട്ട് തരുമെന്നും പറഞ്ഞാൽ ആ പെൺകുട്ടിയെ അങ്ങോട്ട് വാങ്ങി അവർ മന്ത്രം ജപിച്ച് ഒഴിഞ്ഞു. തിരിച്ചങ്ങോട്ട് കൊടുത്തപ്പോൾ ആരായി? അത് ആൺകുട്ടിയായി. ഉണ്ടായ സമയത്ത് പെൺകുട്ടിയായിരുന്നു, പേര് ഇള. ഇപ്പോൾ ആൺകുട്ടിയായപ്പം പേരിട്ടു സുദ്യുമ്നൻ. ഒരാളെന്നെയാണ്, രണ്ട് പേരാണ്, ഇളാന്നും സുദ്യുമ്നെന്നും പേര്. ആ ഉണ്ണി വലുതായി. 10-16 വയസ്സായി. ഒരിക്കൽ തൻ്റെ കൂട്ടുകാരുടെ കൂടെ നായാട്ടിന് പുറപ്പെട്ടപ്പോൾ ഒരു പ്രദേശത്തേക്ക് അങ്ങോട്ട് കാലെടുത്ത് വെച്ചതും വീണ്ടും അത് പെണ്ണായി മാറി. അതിസുന്ദരി. കുറച്ചു കാലം അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ ചന്ദ്രൻ്റെ മകൻ ബുധന് ഈ കുട്ടിയെ കണ്ടപ്പോൾ വലിയ ഇഷ്ടമായി. അങ്ങനെ അവർ കുറച്ചു കാലം താമസിച്ചു, ലിവിങ് ടുഗദർ. കുറച്ചു കാലം അങ്ങനെ താമസിച്ചൊരു ഉണ്ണി ഉണ്ടായി. ആ ഉണ്ണിയുടെ പേരാണ് പുരൂരവസ്. ഇനി ആ പുരൂരവസൻ്റെ വംശം പറയും, അങ്ങനെയാണ് ചന്ദ്രവംശം വർണ്ണിക്കും. കുറച്ചു കാലം അങ്ങനെ കഴിഞ്ഞപ്പോൾ സുദ്യുമ്നന് തോന്നുകയാണ് ഇത് ശരിയല്ല. താൻ അവിടുന്ന് പുറപ്പെട്ടു വരുമ്പം ആണായിരുന്നു, ഇപ്പം ആരാ? ഇപ്പം പെണ്ണല്ലേ. തനിക്ക് തിരിച്ച് ഇങ്ങനെ കൊട്ടാരത്തിലേക്ക് പോകാൻ പ്രയാസം. അതുകൊണ്ട് തനിക്ക് പുരുഷനാവണം എന്ന ആഗ്രഹം. അതിനുവേണ്ടി തൻ്റെ ഗുരുനാഥനോട് പറഞ്ഞു. ഗുരുനാഥൻ കാര്യങ്ങൾ മനസ്സിലാക്കി. ഇത് സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണ്. ഇളാവൃതം എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. പണ്ട് പരമശിവൻ പാർവതി വിവാഹം കഴിച്ചിരിക്കുന്ന കാലത്ത് ഭക്തന്മാരിങ്ങനെ വരുമല്ലോ, ഹരഹര മഹാദേവ എന്നും പറഞ്ഞ് ഭക്തന്മാർ നമസ്കരിക്കാൻ വരുമ്പോൾ പാർവതിക്ക് എന്താ വിഷമം ചോദിച്ചാൽ, വിവാഹം കഴിഞ്ഞ് ഇത്രയൊക്കെ കാലമായിട്ടും ഒരു തമാശ പറയാൻ, ഒരു സ്വകാര്യം പറയാൻ ആർക്ക് പറ്റിയില്ല? പാർവതിക്ക് പറ്റിയില്ല. എന്തെങ്കിലും പറയാൻ പുറപ്പെടുമ്പോഴേക്കും ഭക്തന്മാരെ തിരക്കാണേ. അപ്പോൾ അവർ നമശിവായ എന്ന് ജപിച്ച് വരുമ്പം പാർവതിക്കൊരു വിഷമം. നമുക്കൊന്ന് മാറിയിരുന്നാലോ എന്ന് ചോദിച്ചു ശിവനോട്. ശിവൻ പറഞ്ഞു അങ്ങനെ ആവട്ടെ, എന്നാൽ മാറിയിരിക്കാം. അങ്ങനെ ഈ കാട്ടിൽ ആരും വരാത്തൊരു സ്ഥലം നോക്കി അവിടെ പോയിരുന്നു ആര്? പാർവതിയും പരമേശ്വരനും. ആരും വരില്ല.